അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, എന്തായാലും ഇനിയുള്ള നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ വിഷയം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നമ്മൾ അതിന്റെ സൂചനകൾ കണ്ടതാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് UDFും BJPയും കടന്നു നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം മരണമാണ് നടന്നതെന്ന് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു UDF. അപ്പോൾ സ്വാഭാവികം ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് നിലമ്പൂരിലെ വന്യജീവി വിഷയം തന്നെയായിരിക്കും. ഈ 15-കാരൻ മരണം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ മറ്റൊരു വിഷയം ഉണ്ടാകുന്നതുവരെയെങ്കിലും ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉറപ്പാണ്. കാരണം ഇത് ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജിത്തുവിന് കൂടെ ഉണ്ടായിരുന്ന ഷാനു എന്ന കുട്ടിയുടെ കുടുംബമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ എപ്പോഴും പകൽ പോലും ആനയും മറ്റും ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അത്രയധികം മറ്റു വഴികളില്ലാത്തതുകൊണ്ട് അവിടെ ജീവിക്കുന്നവരാണ് തങ്ങളെന്ന ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ട്. അവരുടെ 8 മണിക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടേക്കും. അല്ലാത്തൊരു അവസ്ഥയിലാണ് കുടുംബം. കാരണം ഈ ഷാനുവും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. ഷാനു +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടിയാണ്. അവർ ഫുട്ബോൾ കളിച്ചിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ മീൻ പിടിക്കാൻ പോവുക അവിടെ ഈ ഒരു അപകടമുണ്ടാവുകയും ചെയ്തത്. അത് വലിയ ഒരു ഞെട്ടലാണ് കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത പ്രദേശത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ദുരവസ്ഥയാണിത് വ്യക്തമാക്കുന്നത്. എന്ത് കാരണത്താൽ അവിടെ കെണിവെച്ചു എന്നുള്ളതൊക്കെ പിന്നീട് മാത്രം വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 കുട്ടികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. അവരുടെ അവസ്ഥ, ഒപ്പമുള്ള ഒരു കുട്ടി മരിക്കുമ്പോൾ സ്വാഭാവികം അവർക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം. അതുതന്നെയാണ് ഡോക്ടർമാരും ഇവരുടെ കുടുംബത്തോട്, ഷാനുവിൻ്റെ കുടുംബത്തോടൊക്കെ പറഞ്ഞത്. അവരുടെ ആരോഗ്യനിലയിൽ ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യമായ പ്രശ്നമില്ല. ഷാനുവിൻ്റെ കാലിൽ ചെറിയൊരു പൊള്ളൽ മാത്രമാണ് ഉള്ളത്. ഫുട്ബോൾ കളിക്കാൻ പോയ വ്യക്തിയാണ് ഷാനുവിനെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതും. പക്ഷേ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക ആഘാതം കൂടിയുണ്ട്. ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നമുണ്ട്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഉണ്ടാകുന്ന ഒരിക്കലും മാറാത്ത വേദനയുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമമായി മാറുന്നത്. അവർക്കിതൊരു നിരന്തരമെന്ന സംഭവം, എന്നതുപോലുള്ള സംഭവമായി മാറുകയാണ്. ഒന്നുകിൽ ആന അല്ലെങ്കിൽ പന്നി, കടുവയിറങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കയറുന്നത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്ക് വലിയ ദുരിതമായി മാറുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ പലയിടത്തും. നേരത്തെ തന്നെ നിലമ്പൂരിൽ ഇവിടുത്തെ MLA ആയിരുന്ന PV അൻവർക്ക് ആ വിഷയം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് മലയോര ജാഥയൊക്കെ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDFിൻ്റെ ജാഥയുണ്ടായിരുന്നു, അത് കോൺഗ്രസിൻ്റെ ജാഥയുണ്ടായിരുന്നു. EP ജയരാജൻ നേതൃത്വം നൽകി CPMും ഈ മലയോര മേഖലയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ജാഥ നടത്തിയിരുന്നു. കാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി തന്നെ വേണം. അത് കാട്ടുപന്നിയെ മാത്രമല്ല, ഏത് മൃഗമായാലും അതിനെ കൊല്ലാനുള്ള അനുമതി വേണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. നിയമങ്ങൾ തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. നിയമം മാറ്റിയെഴുതണമെന്ന് സംസ്ഥാനം ആലോചിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗം തന്നെ അത്തരമൊരു തീരുമാനം വേണം, അതിനുള്ള നിയമോപദേശത്തിനിടാൻ തീരുമാനമെടുത്തിരുന്നു. വനം വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാനവും അത്തരത്തിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ മലയോര മേഖല ജനത അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ്. ആ ഭീതി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിനും അത് പ്രതിഫലിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഇത് സർക്കാരിൻ്റെ നേരിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന വിഷയമല്ല. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ഇത്തരത്തിൽ KCBയുടെ വൈദ്യുതി അനധികൃതമായി ചോർത്തിയിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്ത ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. KCBയാണ് പ്രധാനമായും ഇവിടെ ഇന്നലെ മുതൽ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിൻ്റെ രാഷ്ട്രീയ സാധ്യത പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മറുവശത്ത് അപകടങ്ങളെപ്പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്ന വിമർശനമാണ് CPMും ഇടതു മുന്നണിയും ഉന്നയിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ, ഈ അവസരങ്ങൾ, അതായത് ഈ രാഷ്ട്രീയ അവസരം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണമുണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ ഇത് നിൽക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന് ഉറപ്പാണ്. ശരി, ഞാൻ അരുണിലേക്ക് വരാം. ഫുട്ബോൾ